നമസ്കാരം TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുരുന്നുകളുടെ കളിച്ചിരികളും ആരവങ്ങളുമായി സ്കൂൾ മുറ്റം വീണ്ടും ഉണർന്നു. 1-2 ക്ലാസുകളിലായി 6 ലക്ഷത്തിലധികം കുട്ടികൾ ആദ്യമായി സ്കൂളിലേക്ക്. തിരൂർ സബ് ജില്ലാതല പ്രവേശനോത്സവം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മലയാളം സർവകലാശാലയിൽ എഴുത്തച്ഛൻ ഛായാചിത്രം അനാച്ഛാദനത്തിൽ MLAക്ക് അവഗണനയെന്ന് മന്ത്രി എത്താത്തതിനാൽ VC അനാച്ഛാദനം ചെയ്തത് വിവാദമായി. MLA അപമാനിച്ചെന്ന് പരാതി. സർവകലാശാലയെ CPM ഗവേഷണ സ്ഥാപനമാക്കരുതെന്ന് UDF. സംസ്ഥാനത്തെ കോവിഡ് പരിശോധനയും രോഗികളുടെ എണ്ണവും കുറഞ്ഞു. 5297 പേർക്ക് രോഗബാധ. ജില്ലയിൽ 302 പേർക്ക് രോഗം, 454 പേർക്ക് രോഗമുക്തി. വിശദമായ വാർത്തകളിലേക്ക്. വീണ്ടും ഉണർന്ന വിദ്യാലയമുറ്റം. 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരള പിറവി ദിനത്തിൽ സ്കൂളുകളിൽ വീണ്ടും കുട്ടികളെത്തി. ശുചീകരണവും അണുനശീകരണവും ഉൾപ്പെടെ 1 മാസത്തോളം നീണ്ട ഒരുക്കം പൂർത്തിയാക്കിയാണ് സ്കൂളുകൾ തുറന്നത്. കോവിഡ് വ്യാപനം തീർത്ത പ്രതിസന്ധിയെ തുടർന്ന് 1.5 വർഷമായി അടച്ചിട്ട വിദ്യാലയങ്ങൾ വീണ്ടും ഉണർന്നു. വിദ്യാർത്ഥികളെ വീടുകൾക്കുള്ളിൽ തളച്ചിട്ട ഡിജിറ്റൽ വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് വിദ്യാർത്ഥികൾ വീണ്ടും അക്ഷരലോകത്തെത്തി. ജൂൺ 1 നടക്കുന്ന പ്രവേശനോത്സവം ഇത്തവണ കേരള പിറവി ദിനത്തിലാണെന്നത് സംസ്ഥാന വിദ്യാഭ്യാസ ചരിത്രത്തിലെ പുതുമയാകും. പിരിഞ്ഞിരുന്ന സഹപാഠികളെയും അധ്യാപകരെയും കൺനിറയെ കാണാനും മാറിയ കാലമറിഞ്ഞുള്ള പഠനാനുഭവങ്ങളിലേക്കുമാണ് വീണ്ടും അവരെത്തിയത്. അകലം പാലിച്ചും അടുപ്പമാക്കാമെന്ന കോവിഡ് കാല പാഠങ്ങൾ ഓർത്തുവെച്ച് വീണ്ടും അക്ഷരമുറ്റങ്ങൾക്ക് ജീവൻ പകരും. മാസ്ക് അണിഞ്ഞും കൈകൾ ശുചീകരിച്ചും അകലം പാലിച്ചും പുതിയ സ്കൂൾ അനുഭവങ്ങളിലേക്കാണ് കുട്ടികളെത്തിയത്. ശുചീകരണവും അണുനശീകരണവും ഉൾപ്പെടെ 1 മാസത്തോളം നീണ്ട ഒരുക്കം പൂർത്തിയാക്കിയാണ് സ്കൂളുകൾ തുറന്നത്. 1 മുതൽ 7 വരെ ക്ലാസുകളും 10 പ്ലസ് 2 ക്ലാസുകളുമാണ് ആരംഭിച്ചത്. 8, 9, പ്ലസ് 1 ക്ലാസുകൾ 15-ന് ആരംഭിക്കും. കോവിഡ് മഹാമാരിയിൽ പൂട്ടിട്ട സ്കൂളുകൾ 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തുറന്നത്. 1-2 ക്ലാസുകളിലായി 6 ലക്ഷത്തിലധികം കുട്ടികൾ പുതുതായി സ്കൂളിലെത്തി. 1-2 ക്ലാസുകൾ ഒന്നിച്ച് ആദ്യമായി സ്കൂളിലെത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം കോട്ടൺ ഹിൽ LP സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. ഒന്നര വർഷത്തെ ഇടവേളയ്ക്കു ശേഷം സ്കൂൾ അങ്കണങ്ങളിൽ വീണ്ടും കുരുന്നുകളുടെ കളിച്ചിരികൾ ഉണർന്നു. ആരവങ്ങളും കലപിലയുമായി കുട്ടികൾ വീണ്ടും സ്കൂളിലെത്തി. 1ഉം 2ഉം ക്ലാസ്സിലെ 6 ലക്ഷത്തിലേറെ കുരുന്നുകൾ ഒന്നിച്ച് ആദ്യമായി സ്കൂളിലേക്ക് എത്തുന്നുവെന്ന ചരിത്ര പ്രാധാന്യവുമുണ്ട് ഇക്കുറി. 1-2 ക്ലാസുകളിലെ പിഞ്ചോമനകൾ ആദ്യമായാണ് കൂട്ടുകാരെ തമ്മിൽ കാണുന്നത്. അതിൻ്റെ അമ്പരപ്പും സന്തോഷവും അവരുടെ മുഖത്തുണ്ടായിരുന്നു. മുതിർന്ന കുട്ടികൾക്കാകട്ടെ പഴയ കൂട്ടുകാരെ ഇടവേളയ്ക്കു ശേഷം കണ്ടതിന്റെ സന്തോഷവും. തിരികെ സ്കൂളിലേക്ക് എന്ന പ്രവേശനോത്സവ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ LP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. മന്ത്രിമാരായ ആന്റണി രാജു, GR അനിൽ, വീണ ജോർജ് എന്നിവരും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ചടങ്ങിൽ പങ്കെടുത്തു. 1 മുതൽ 7 വരെയും 10, 12 ക്ലാസുകളിലെയും 35 ലക്ഷം വിദ്യാർത്ഥികളിൽ 1/3 കുട്ടികളാണ് ആദ്യ ദിനം എത്തുന്നത്. 1ഉം 2ഉം ക്ലാസ്സിലെ 6 ലക്ഷത്തിലേറെ കുഞ്ഞോമനകൾ ഒന്നിച്ച് ആദ്യമായി സ്കൂളിലേക്ക് എത്തുന്നു. 1ാം ക്ലാസ്സിൽ മുൻ വർഷത്തേക്കാൾ 27,000 കുട്ടികൾ അധികമായി ചേർന്നിട്ടുമുണ്ട്. 1ൽ 3.05 ലക്ഷം കുട്ടികളും 2ാം ക്ലാസ്സിൽ 3.02 ലക്ഷം കുട്ടികളുമാണുള്ളത്. മുഴുവൻ ക്ലാസുകളിലുമായി 2,54,642 കുട്ടികൾ അധികമായെത്തി. പൊതുവിദ്യാഭ്യാസ യജ്ഞം പ്രഖ്യാപിച്ച ശേഷം ഇതുവരെ 9,34,310 കുട്ടികളാണ് അധികം സ്കൂളിൽ ചേർന്നത്. 15-ന് 8, 9 ക്ലാസുകൾ കൂടി തുറന്ന് ഒരാഴ്ചയ്ക്കകം അന്തിമ കണക്കും ലഭ്യമാകും. മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളും ഒന്നായി നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ പൂർത്തിയായിരുന്നു. രക്ഷിതാക്കളുടെ ഇഷ്ടപ്രകാരമേ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കേണ്ടതുള്ളൂ. ആദ്യ 2 ആഴ്ച ഹാജർ രേഖപ്പെടുത്തില്ല. ഉച്ചവരെ മാത്രമേ ക്ലാസ് ഉണ്ടാവൂ. ഗൗരവത്തോടെയുള്ള പഠനവുമില്ല. ശനിയാഴ്ചയും ക്ലാസ് ഉണ്ടായിരിക്കും.
ഒരാഴ്ചയ്ക്കു ശേഷം സാഹചര്യം വിലയിരുത്തി ആവശ്യമെങ്കിൽ മാറ്റം വരുത്തും. വിദ്യാർത്ഥികളെ തെർമൽ സ്കാനറുകൾ ഉപയോഗിച്ച് പരിശോധിക്കുന്നുണ്ട്. എല്ലാ ക്ലാസിനു മുന്നിലും വെള്ളവും സോപ്പും സ്ഥാപിച്ചിട്ടുണ്ട്. ഉച്ചഭക്ഷണത്തിനും പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തി. ക്ലാസ്സിൽ ഒരു പ്രദേശത്തെ വിദ്യാർത്ഥികളെ ഒരു ഷിഫ്റ്റിൽ ഒരുമിച്ച് പ്രവേശിപ്പിക്കും. ഒരു ഡോസ് വാക്സിൻ പോലും എടുക്കാത്ത അധ്യാപകർക്ക് സ്കൂളിലേക്ക് പ്രവേശനമില്ല. ഉച്ചയ്ക്കു ശേഷം ഇവർ ഓൺലൈൻ ക്ലാസ് എടുക്കണം. തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രവേശനോത്സവം തെക്കൻകുറ്റൂർ JLP സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. പുഷ്പ ഉദ്ഘാടനം ചെയ്തു. തലക്കാട് പഞ്ചായത്ത് തല പ്രവേശനോത്സവം കുറ്റൂർ JLP സ്കൂളിൽ നടന്നു. പ്രവേശനോത്സവം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. പുഷ്പ ഉദ്ഘാടനം ചെയ്തു. കൈരളി ക്ലബ്ബ് പ്രവർത്തകർ മധുരപലഹാരവും മിഠായും വിതരണം ചെയ്തു. സ്കൂൾ പ്രവേശനത്തിലുള്ള പ്രധാന കവാടം അലങ്കാര തോരണങ്ങൾ ചാർത്തി സ്കൂൾ പ്രവേശനോത്സവം വർണ്ണാഭമാക്കി. സ്കൂൾ HM ഉബൈബ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK ബാബു, വാർഡ് മെമ്പർ AP റൈഹാനത്ത്, PTA വൈസ് പ്രസിഡന്റ് അനിൽ, സ്കൂൾ വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് AP രാജു, വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ, ക്ലബ്ബ് പ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ു. സ്കൂൾ പ്രവേശനം കുരുന്നുകൾക്ക് ആവേശം പകർന്ന് കുട്ടികളെ വരവേറ്റ് രക്ഷിതാവ് മേഡമിൽ രാജൻ നാടൻപാട്ട് അവതരിപ്പിച്ചതോടെ കുട്ടികൾക്ക് നവ്യാനുഭവമായി മാറി. മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കം. കേരളത്തിന് ഇന്ന് 65ാം പിറന്നാൾ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വിഭജിക്കപ്പെട്ടതിനെ തുടർന്ന് 1956 നവംബർ 1-നാണ് കേരളം പിറവികൊണ്ടത്. സംസ്ഥാന പുനഃസംഘടനാ നിയമമാണ് കേരളമടക്കം പല സംസ്ഥാന രൂപീകരണങ്ങൾക്കും വിഭജനത്തിന് ആധാരമായത്. കേരളത്തിന് ഇന്ന് 65ാം പിറന്നാൾ. ഭാഷയെ അടിസ്ഥാനമാക്കി സംസ്ഥാനങ്ങൾ വിഭജിക്കപ്പെട്ടതിനെ തുടർന്ന് കേരളം എന്ന സംസ്ഥാനം രൂപീകൃതമായിട്ട് ഇന്നേക്ക് 65 വർഷം പൂർത്തിയാകുന്നു. 1954 സംസ്ഥാന പുനഃസംഘടനാ നിയമമാണ് ഈ പുനഃസംഘടനയ്ക്കും പല സംസ്ഥാന രൂപീകരണങ്ങൾക്കും വിഭജനങ്ങൾക്കും ആധാരം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനം തിരുവിതാംകൂർ, കൊച്ചി രാജ്യങ്ങൾ, മദ്രാസ് പ്രസിഡൻസിയുടെ മലബാർ പ്രദേശങ്ങൾ, ഇങ്ങനെ മലയാളം പ്രധാന ഭാഷയായ പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് 1956 നവംബർ 1-ന് കേരളം എന്ന സംസ്ഥാനം രൂപവത്കരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നവംബർ 1 കേരള പിറവി ദിനമായി ആഘോഷിക്കുന്നു. സംസ്ഥാന പുനഃസംഘടനാ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി 13 മാസം കഴിഞ്ഞാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം തയ്യാറാക്കുന്നത്. തിരുവിതാംകൂറിലെ തോവാളം, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നീ 4 താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിന്റെ ഒരു ഭാഗവും വേർപ്പെടുത്തി മദിരാശി സംസ്ഥാനത്തോട് ചേർത്തു. ശേഷിച്ച തിരുവിതാംകൂർ, കൊച്ചി സംസ്ഥാനത്തോട് മലബാർ ജില്ലയും തെക്കൻ കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കും ചേർക്കപ്പെട്ടു. ഫലത്തിൽ കന്യാകുമാരി ജില്ല കേരളത്തിന് നഷ്ടപ്പെടുകയും ഗൂഡല്ലൂർ ഒഴികെയുള്ള മലബാർ പ്രദേശം കേരളത്തോട് ചേർക്കപ്പെടുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ആദ്യ രൂപത്തിൽ മൊത്തം 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. 65 വർഷങ്ങൾക്കിപ്പുറം ഒരു നവംബർ മാസം എത്തുമ്പോൾ ജില്ലകൾ 14ആണ്. കിഴക്ക് സഹ്യനും പടിഞ്ഞാറ് അറബിക്കടലും കേരളത്തിനായി പ്രകൃതി തന്നെ അതിർത്തികൾ കെട്ടി. തെക്കു മുതൽ വടക്കു വരെ ഇടതടവില്ലാതെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ. കേരളത്തിന്റെ കാലാവസ്ഥയെ നിയന്ത്രിച്ച് ദൈവത്തിന്റെ സ്വന്തം നാടിനെ നിലനിർത്തുന്നതിൽ പശ്ചിമഘട്ടത്തിന്റെ പങ്ക് ചെറുതല്ല. 580 കിലോമീറ്റർ നീണ്ടുകിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളിലൊഴികെ ബാക്കി ജില്ലകളെയെല്ലാം അറബിക്കടൽ സ്പർശിക്കുന്നുണ്ട്. ഇടതൂർന്നു നിൽക്കുന്ന തെങ്ങുകളുടെ കേരം തിങ്ങുന്ന നാട് എന്ന അർത്ഥത്തിലാണ് കേരളം എന്ന പേര് വീണതെന്നാണ് പേരിന് പിന്നിലെ ഒരു ചരിത്രം. കൂടാതെ ചേര രാജാക്കന്മാരുടെ അധീനതയിലായിരുന്ന ചേരളം പിന്നീട് കേരളമായി മാറുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങി പല കാര്യങ്ങളിലും കേരളം വളരെ മുന്നിലാണെന്നത് ഓരോ മലയാളിക്കും അഭിമാനമേകുന്നതാണ്. ലോകത്തെവിടെയും മലയാളികൾ കേരളപ്പിറവി ദിനം ആഘോഷപൂർവ്വം കൊണ്ടാടാറുണ്ട്. സംസ്ഥാനത്തൊട്ടാകെയുള്ള വിവിധ സംഘടനകളും കൂട്ടായ്മകളും ഇന്ന് കേരളപ്പിറവി ദിന പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. മലയാളം സർവകലാശാലയിൽ സംഘടിപ്പിച്ച എഴുത്തച്ഛന്റെ ഛായാചിത്ര അനാച്ഛാദന ചടങ്ങിൽ MLAയ്ക്ക് അവഗണനയെന്ന് വൈസ് ചാൻസലർ. ഛായാചിത്രം അനാച്ഛാദനം ചെയ്തത് വിവാദമാവുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു എത്തില്ലെന്ന് അറിയിച്ചതോടെയാണ് MLAയെ മറികടന്ന് വൈസ് ചാൻസലർ എഴുത്തച്ഛന്റെ ഛായാചിത്രം അനാച്ഛാദനം നിർവഹിച്ചത്. മലയാള സർവകലാശാലയിൽ സംഘടിപ്പിച്ച എഴുത്തച്ഛന്റെ ഛായാചിത്ര അനാച്ഛാദന ചടങ്ങിൽ MLAയ്ക്ക് അവഗണന. വൈസ് ചാൻസലർ ഛായാചിത്രം അനാച്ഛാദനം ചെയ്തത് വിവാദമാവുകയാണ്. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ ജീവിത വൃത്താന്തത്തെക്കുറിച്ചുള്ള ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നൂറ്റാണ്ടുകളായി മലയാളികളുടെ മനസ്സിലുള്ള എഴുത്തച്ഛന്റെ ഭാവനാചിത്രം മൂർത്തരൂപത്തിലാക്കി ആർട്ടിസ്റ്റ് നമ്പൂതിരി മലയാള സർവകലാശാലയ്ക്ക് സമർപ്പിച്ച ഛായാചിത്രത്തിന്റെ അനാച്ഛാദനം MLA കുറുക്കോളി മൊയ്തീന്റെ അധ്യക്ഷതയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KR ബിന്ദു നിർവഹിക്കുമെന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. മന്ത്രി എത്തില്ലെന്ന് അറിയിച്ചതോടെ ചടങ്ങിലെത്തിയ MLAയാണ് അനാച്ഛാദനം നടത്തേണ്ടിയിരുന്നത്.
എന്നാൽ MLA അധ്യക്ഷനാക്കി മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ അനാച്ഛാദനം നിർവഹിക്കുകയായിരുന്നു. സംഭവം ഇപ്പോൾ ഏറെ വിവാദമായിരിക്കുകയാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യാൻ വേണ്ടി മന്ത്രിയുടെ നേതൃത്വത്തിലൊരു പരിപാടി അവിടെ ഉണ്ടായിരുന്നു. മന്ത്രി വരില്ല എന്നറിയിച്ചു. ആ പരിപാടിയിൽ അധ്യക്ഷനായിട്ടുള്ളത് കുറുക്കോളി മൊയ്തീൻ MLA അവറുകളും മറ്റു അനുബന്ധമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുമാണ്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വരില്ല എന്നറിഞ്ഞപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും പ്രോട്ടോക്കോൾ പ്രകാരം നമ്മുടെ MLA ആണല്ലോ അതിന് അർഹനായിട്ടുള്ളത്. അപ്പോൾ MLA ആണ് ആ ഫോട്ടോ അനാച്ഛാദനം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ വൈസ് ചാൻസലർ പറഞ്ഞു, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, എന്നോടിത് ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മുടെ MLA നമുക്കെല്ലാവർക്കും അറിയാം, അയാളുടെ ഒരു സൗമ്യമായ പെരുമാറ്റം കൊണ്ട് എൻ്റെ ഒരു കാര്യം ഞാൻ അവിടെ വെച്ച് തർക്കിക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ട് അദ്ദേഹം അത് പറയുകയും ആ വേദിയിൽ തന്നെ ബഹുമാന പുരസ്സരം ഇയാളെ വൈസ് ചാൻസലറെ ക്ഷണിക്കുകയും ചെയ്തു. ഒരു വല്ലാത്തൊരു സാഹചര്യമാണത്. അതിൽ എല്ലാവർക്കും പ്രതിഷേധമുണ്ട്. ഈ പ്രോട്ടോക്കോൾ വ്യവസ്ഥ എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് ഈ ജനാധിപത്യ സംവിധാനത്തിൽ വളരെ അനിവാര്യമാണ്. അതിൽ വലുപ്പവും ചെറുപ്പമൊക്കെ ഉണ്ടാവും, പക്ഷേ ഈ സംവിധാനമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ ഒരു MLA പൂർണ്ണമായി അവഹേളിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു സംഭവമാണ് മിനിയാന്നുണ്ടായത്. അതിൽ വളരെ ശക്തമായി മലയാളികളുടെ അഭിമാനമായ മലയാള സർവകലാശാലയെ CPM ഗവേഷണ സ്ഥാപനമാക്കരുതെന്ന് UDF നേതാക്കൾ. സ്ഥലം MPക്കും MLAക്കും സർവകലാശാലയിൽ നിന്നുണ്ടാകുന്ന അവഗണന തുടരാൻ അനുവദിക്കില്ലെന്നും UDF നേതാക്കൾ തിരൂരിൽ പറഞ്ഞു. സർവകലാശാല പരിപാടികളിലും വൈസ് ചാൻസലറിൽ നിന്ന് വ്യക്തിപരമായും സ്ഥലം MPക്കും MLAക്കും ഉണ്ടാകുന്ന അവഗണന തുടരാൻ അനുവദിക്കില്ലെന്ന് മണ്ഡലം UDF നേതാക്കൾ പറഞ്ഞു. ഈ ഭരണത്തിൽ പ്രത്യേകിച്ച് വളരെ മോശമായി ആ സർവകലാശാലയുടെ സൽപ്പേര് കളഞ്ഞു കുളിക്കും വിധത്തിലുള്ള ഇടപെടലുകളിൽ അറിഞ്ഞോ അറിയാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 2 മാസം മുമ്പേ കേന്ദ്ര സർക്കാരിന്, കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് MPമാർ മുഖാന്തരം നൽകിയിട്ടുള്ള ഒരു കത്ത് സർവകലാശാല സമർപ്പിച്ചിരുന്നു. ആ കത്തിൽ നമ്മുടെ UDFൻ്റെ ഒരു MPമാർക്ക് പോലും ആ കത്ത് നൽകാതെയാണ് വളരെ ഏകപക്ഷീയമായി CPMനുള്ള ആലപ്പുഴയിലെ MPക്കടക്കം മറ്റു രാജ്യസഭാ മെമ്പർമാർക്കടക്കം അത് കൊടുക്കുകയും UDFൻ്റെ എല്ലാ പ്രതിനിധികളെയും ഒഴിവാക്കിയിട്ട് അത് കൊടുത്തത് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. അന്നും ഇതുപോലെ നമ്മൾ അതിൻ്റെ പ്രതിഷേധം അറിയിച്ചു. വൈസ് ചാൻസലറുടെ രാഷ്ട്രീയ പക്ഷപാതിത്വ നിലപാട് ഒരു മഹത്തായ സ്ഥാപനത്തെ മലിനപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ഫോട്ടോ അനാച്ഛാദന പരിപാടിയിൽ മന്ത്രിയുടെ അഭാവത്തിൽ സ്ഥലം MLAയെ ക്ഷണിക്കുന്നതിന് പകരം VC സ്വയം അനാച്ഛാദനം നടത്തുകയും MLAയെ അവഗണിക്കുകയുമായിരുന്നു. ജനപ്രതിനിധിയെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് സർവകലാശാലയ്ക്ക് മുമ്പിൽ UDF പ്രതിഷേധ കൂട്ടം നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. വൈസ് ചാൻസലർ CPMന്റെ വിനീത വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു റബ്ബർ സ്റ്റാമ്പായി മാറിയിരിക്കുകയാണ്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മേധാവിക്ക് ചേർന്നതല്ല ഇത്തരം നിലപാടെന്നും സർവകലാശാലയുടെ അന്തസ്സും സംസ്കാരവും ഉയർത്തിപ്പിടിക്കാൻ VC തയ്യാറാകണമെന്ന് UDF നേതാക്കൾ ആവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ കണ്ണൂരിലെ CPM ലോബിയുടെ ഒരു കേന്ദ്രമായി നമ്മുടെ സർവകലാശാലയുടെ അകത്തളം മാറുന്നു എന്ന് ഞങ്ങൾക്ക് പലപ്പോഴായി സംശയം തോന്നിയൊരു സംഗതിയാണ്. കാരണം അവിടെ മുമ്പ് ഞങ്ങൾ UDF ഒരു സമരം ചെയ്തു. ആ സമരത്തിൻ്റെ സമയത്ത് ഗേറ്റിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരികയും അവൻ ഈ 100-100ഓളം വരുന്ന ഞങ്ങളുമായി തർക്കിച്ച് ഗേറ്റിന് മുന്നിൽ നിൽക്കുകയും ചെയ്തു. സ്വാഭാവികമായും ഉന്തും തള്ളൊക്കെ ആയി പോയപ്പോൾ അവൻ ഓടി ചെന്ന് എത്തുന്ന ഒരു സങ്കേതം, ഒരു തൃപ്തികരമല്ലാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായിട്ട് ബോധ്യമായതാണ്. പിന്നെ ഒരു സർവകലാശാല, മലയാള സർവകലാശാല, അതിൻ്റെയൊക്കെ ഒരു സ്വഭാവം നമ്മൾ എന്തെങ്കിലും പറയുന്നത് ശരിയല്ല എന്ന് കരുതിയാണ് നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും പറയാത്തത്. അവിടുത്തെ നിയമനങ്ങൾ കാര്യങ്ങൾ, ഈ നിങ്ങളൊക്കെ ഉണ്ടല്ലോ നിയമനങ്ങൾ, ഇപ്പോൾ അവിടെ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ സ്വഭാവം എന്താണ്, ആർക്കാണ്, അതിൻ്റെ നിയമനങ്ങളുടെ മാനദണ്ഡം എന്താണ്, അതൊക്കെ ഒന്നുകൂടി വിശദീകരിച്ച് ഞങ്ങൾ വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. കാരണം അത് ഈ മലയാള സർവകലാശാലയുടെ ഓരോ മികവും നമുക്ക് അഭിമാനം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇന്നത്തെ വാർത്തകളിൽ വരുന്നതൊക്കെ നമ്മൾ ഓരോരുത്തരും തലകുനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. സ്ഥലം MPയെയും MLAയും അവഗണിച്ച് മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങളെ രാഷ്ട്രീയമായും നിയമപരമായും UDF നേരിടും. വാർത്താസമ്മേളനത്തിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ P രാമൻകുട്ടി, മണ്ഡലം UDF കൺവീനർ വെട്ടം ആലിക്കോയ, P സൈദലി മാസ്റ്റർ, PC ഇസാഖ്, MP മുഹമ്മദ് കോയ, P ആലി ഹാജി, ഉസ്മാൻ പറവണ, കണ്ടാത്ത് കുഞ്ഞിപ്പ തുടങ്ങിയവർ പങ്കെടുത്തു. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ സംഘടിപ്പിച്ച തുഞ്ചത്ത് എഴുത്തച്ഛന്റെ ഛായാചിത്രത്തിന്റെ അനാച്ഛാദനം നടന്നത് പ്രോട്ടോകോൾ പ്രകാരം തന്നെയാണെന്ന് വൈസ് ചാൻസലർ. മലയാള സർവകലാശാലയിലെ അനാച്ഛാദന വിവാദം അനാവശ്യമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ പറഞ്ഞു. തുഞ്ചത്ത് എഴുത്തച്ഛൻ ഛായാചിത്രത്തിന്റെ അനാച്ഛാദനം നടന്നത് പ്രോട്ടോകോൾ പ്രകാരം തന്നെയെന്നും VC അറിയിച്ചു. പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് എത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ
വൈസ് ചാൻസലർ തന്നെയാണ് അനാച്ഛാദന കർമ്മം നിർവഹിക്കേണ്ടത്. പ്രോട്ടോകോൾ പ്രകാരം ചാൻസലർ, പ്രോ ചാൻസലർ, വൈസ് ചാൻസലർ എന്നിങ്ങനെയാണ് ക്രമമെന്നും അദ്ദേഹം വിശദീകരിച്ചു. അനാച്ഛാദനം തീർത്തും പ്രോട്ടോകോൾ പ്രകാരമാണെന്നും വൈസ് ചാൻസലർ അറിയിച്ചു. MLA ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തെ കൊണ്ട് അനാച്ഛാദനം ചെയ്യാത്തത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും MLA അവഹേളിച്ചെന്നുമായിരുന്നു വിവാദം. കേരള പിറവി ദിനത്തിൽ ഉപഭോക്താക്കൾക്ക് കേരവൃക്ഷ തൈ സമ്മാനം നൽകിയും പുതിയ ഓഫറുകൾ പരിചയപ്പെടുത്തിയും പവൻ ഗോൾഡ്. ഷോറൂമിൽ നടന്ന ലളിതമായ ചടങ്ങിൽ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ഭാവ തെങ്ങിൻ തൈ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള പിറവി ദിനത്തിൽ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്ത ഉപഭോക്താക്കൾക്കാണ് നല്ല ഇനം തെങ്ങിൻ തൈകൾ സമ്മാനമായി നൽകിയത്. ഷോറൂമിൽ നടന്ന ലളിതമായ ചടങ്ങിൽ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ഭാവ തെങ്ങിൻ തൈ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള പിറവി ദിനത്തിൽ ഇത്തരമൊരു മാതൃകാപരമായ പ്രവൃത്തിക്ക് മുന്നിട്ടിറങ്ങിയ പവൻ ഗോൾഡ് മാനേജ്മെന്റിനെ PA ഭാവ അഭിനന്ദിച്ചു. നമ്മുടെ കാർഷിക വിഭവമായിട്ടുള്ള നാളികേരം, ആ നാളികേരത്തിൻ്റെ തെങ്ങിൻ തൈ ഐക്യ കേരള പിറവി ദിനത്തിൽ ഓരോ കസ്റ്റമേഴ്സിനും ഈ തെങ്ങിൻ തൈ ഇന്ന് വിതരണം ചെയ്തുകൊണ്ടാണ് സത്യത്തിൽ ഇന്ന് പവൻ ഗോൾഡിൻ്റെ ഇന്നത്തെ ഈ ദിനം തുറന്ന് കച്ചവടത്തിലേക്ക് നീങ്ങുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് സ്വീകരിക്കുന്ന ഓരോരുത്തർ ഈ തെങ്ങിൻ തൈ നാളെ അത് കൊണ്ടുപോകുന്നവർ മറ്റൊരു വലിയ പവൻ ഗോൾഡിൻ്റെ ഉടമകളായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുക. കേരളത്തിന്റെ ജന്മദിനത്തിൽ പുതിയ ഓഫറുകളും പവൻ ഗോൾഡ് പ്രഖ്യാപിച്ചു. 8 ഗ്രാം മുതലുള്ള സ്വർണം വാങ്ങുമ്പോൾ കേരള മോഡൽ ആഭരണങ്ങൾക്ക് 2.90% പണിക്കൂലി ലഭ്യമാകും. മറ്റുള്ള ജ്വല്ലറിൽ നിന്ന് വാങ്ങിയ ആഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യം പവൻ ഗോൾഡ് നൽകുന്നതോടൊപ്പം ഏത് ജ്വല്ലറിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഷോറൂമിൽ നിന്ന് മാറ്റിയെടുക്കാൻ സൗകര്യമുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ 65ാം പിറന്നാൾ ആഘോഷ ദിനമായ ഇന്ന് എല്ലാ മലയാളികൾക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ ഉപഭോക്താക്കൾക്കും പവൻ ഗോൾഡിൻ്റെ കേരള പിറവി ദിന ആശംസകൾ. ഒരു പവൻ മുതൽ അതിൻ്റെ മുകളിലേക്ക് എത്ര വെയിറ്റ് എടുക്കുന്ന ആളുകൾക്കും കേരള പിറവി ദിനത്തിൻ്റെ ഭാഗമായിട്ട് കേരള ഐറ്റംസ് മൊത്തത്തിൽ ഒരു പവൻ്റെ മുകളിലേക്കുള്ള എല്ലാ വെയിറ്റിനും 2.9% കൂലിക്കാണ് നമ്മൾ ആദ്യമായിട്ടുള്ളൊരു ഓഫർ കൊടുക്കുന്നത്. ഈ ഒരു അവസരം നിങ്ങൾ തീർച്ചയായും ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടാതെ ഏറ്റവും കുറഞ്ഞ അഡ്വാൻസിൽ 10% അഡ്വാൻസിൽ നിങ്ങൾക്ക് സ്വർണത്തിൻ്റെ വില നിജപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഓഫറും കൂടെ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും പവൻ ഗോൾഡിൽ നിന്ന് മാറ്റിയെടുക്കാമെന്നും പ്ലാറ്റിനം ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു. നമ്മളെ ജ്വല്ലറിയിൽ നിന്ന് എടുത്ത ഡയമണ്ട് ഓർണമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു ജ്വല്ലറിയിലും കൊടുക്കാത്തൊരു പ്രത്യേക ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത്. 100% ബൈബാക്ക് ആയിക്കൊണ്ട് തന്നെ നമ്മൾ അത് തിരിച്ചെടുക്കുന്നതാണ്. ആ ഡയമണ്ടിന് നമ്മൾ എടുക്കുന്ന അതേ വില തന്നെ മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും എക്സ്ചേഞ്ച് ആണെന്നുണ്ടെങ്കിലും സെയിം റേറ്റ് ആണ് കൊടുക്കുന്നത്. കാലങ്ങളായി തുടരുന്ന സൗജന്യ കാതുകുത്തൽ ഷോറൂമിൽ തുടരുകയാണ്. കൂടാതെ കാതുകുത്ത് കല്യാണത്തിന് പവൻ ഗോൾഡിൽ പ്രത്യേക സ്റ്റുഡിയോയും സജ്ജീകരിച്ചിട്ടുണ്ട്. ചടങ്ങിൽ മൊയ്തുഷ, പരമശിവൻ, ഖാദർ കോരങ്ങത്ത്, റഷീദ്, സമദ് പ്ലസന്റ് തുടങ്ങിയവർ സംബന്ധിച്ചു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് P. രാമൻകുട്ടി അധ്യക്ഷനായിരുന്നു. ജനാധിപത്യ ചേരികൾക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടോ അന്നൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരക്കാര്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ദിരാഗാന്ധി എടുത്ത രാഷ്ട്രീയ തീരുമാനങ്ങൾ നിർണായകങ്ങളായിരുന്നു. രാജ്യത്തിനെതിരെ ആഭ്യന്തരമായും വൈദേശികമായും പ്രതിസന്ധി ഉയർന്നപ്പോൾ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു.
DC ജനറൽ സെക്രട്ടറി യാസിർ പൊട്ടച്ചോല, CV വിമൻകുമാർ, CV വേലായുധൻ, സെയ്മി മുഹമ്മദ് ചെറുതോട്ടത്തിൽ, ഗോപാലകൃഷ്ണൻ അടിയാട്ടിൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജംഷീർ പാറയിൽ, ആമിനമോൾ, അഡ്വക്കേറ്റ് സെബീന തുടങ്ങിയവർ പ്രസംഗിച്ചു. നൌഷാദ് പറന്നേക്കാട്, അരുൺ ചമ്ര, MM താജുദ്ദീൻ, കുഞ്ഞാമുട്ടി, അബ്ദുള്ളക്കുട്ടി, A മുഹമ്മദ് കുട്ടി തറമൽ, T വാസു, കൃപാധരൻ, രാജേഷ് പറന്നേക്കാട്, വിജയൻ ചമ്പഞ്ചേരി, ഫൈസൽ ബാബു, അടിയാട്ടിൽ ബാബു, അലിക്കുടി ജയപ്രകാശ്, യാസിർ പയ്യോളി, രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നർമ്മദൂർ പത്തമ്പാട് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ദിരാഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. UDF ചെയർമാൻ കുന്നുമ്മൽ ദാസൻ ഉദ്ഘാടനം ചെയ്തു. മൂസ പറന്നേക്കാട്, അരങ്കത്തിൽ ബാവ, പൊക്ലാത്ത് ഫാറൂഖ്, CP മനീഷ്, K കുഞ്ഞിപ്പ, A റഷീദ്, A കുഞ്ഞിമോൻ, A മുനീർ, സിയാദ്, ലബീബ് തുടങ്ങിയവർ പങ്കെടുത്തു. തിരു ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ നവീകരണ പദ്ധതിയുടെ ഭാഗമായി സർവേ റിപ്പോർട്ട് സമർപ്പിച്ചു. തിരു പോളിടെക്നിക് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത്. സ്കൂൾ അധികൃതർ സർവേ റിപ്പോർട്ട് ഏറ്റുവാങ്ങി. തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാസ്റ്റർ പ്ലാൻ രൂപീകരണത്തിന്റെ ഭാഗമായി തിരൂർ സീതി സായി പോളിടെക്നിക് കോളേജിന്റെ SRS സംരംഭമായ ലീഡ്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ടോട്ടൽ സ്റ്റേഷൻ ഉപയോഗിച്ച് തയ്യാറാക്കിയ കോഡൂർ സർവേയുടെ ഫയൽ സമർപ്പണം പോളിടെക്നിക് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ C2 ഇൻഫ്രാസ്ട്രക്ചർ MD വിജയകുമാർ നിർവഹിച്ചു. SSM പോളിടെക്നിക് തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ഒരു പ്രൊജക്റ്റ് ഈ സ്ഥാപനവുമായിട്ടൊരു ടേൺകീ പ്രോജക്ട്സ് ആണ് നമ്മൾ, അല്ലെങ്കിൽ നല്ലൊരു കരാറിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സേവനം പൂർണ്ണമായിട്ടും അത് സോഷ്യൽ സർവീസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രവർത്തനം നമ്മൾ നടത്തുന്നത്. ഇങ്ങനെ ഒരു സർവേ നടത്തിയത് തന്നെ ഈ C2 ഇൻഫ്രാസ്ട്രക്ചേഴ്സിനെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ലീഡ്സിനെ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഓടിയെത്തുന്നത് ഞങ്ങൾക്ക് C2 ഇൻഫ്രാസ്ട്രക്ചേഴ്സിലേക്കാണ്. അവരൊട്ടനവധി പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്തായിട്ടുള്ള ഒരു ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ അവർ നേതൃത്വം കൊടുക്കുന്നുണ്ട്. മറ്റുള്ള ഒരുപാട് മേഖലകൾ അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ട് തന്നെയാണ് C2 ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇങ്ങനെ ഒരു കർത്തവ്യം നടത്തിയിരിക്കുന്നത്. സ്കൂൾ ഹെഡ് മാസ്റ്റർ N അബ്ദുൽ അസീസ് സർവേ ഫയൽ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ലീഡ്സ് ഡയറക്ടർ അൻവർ പദ്ധതി വിശദീകരിച്ചു. ലീഡ്സ് കോർഡിനേറ്റർ ഹാഷിം A, അബ്ബാസ്, മുംതാസ്, മുജീബ് റഹ്മാൻ, പത്മനാഭൻ പള്ളിയേരി, വിനോദ് കുമാർ, P ഗംഗാധരൻ, ഷിജി തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി P സുരേന്ദ്രൻ സ്വാഗതവും നൌഫൽ മേച്ചേരി നന്ദിയും പറഞ്ഞു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. നവജാത ശിശുവുമായി ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. കുറ്റിപ്പുറം ഹൈവേ ജംഗ്ഷനിലാണ് 108 ആംബുലൻസ് മിനി വാനുമായി കൂട്ടിയിടിച്ചത്. നിസ്സാര പരിക്കേറ്റ ആംബുലൻസ് യാത്രക്കാരെ കുറ്റിപ്പുറം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നവജാത ശിശുവുമായി പോയ 108 ആംബുലൻസാണ് കുറ്റിപ്പുറം ഹൈവേ ജംഗ്ഷനിൽ അപകടത്തിൽപ്പെട്ടത്. മിനി വാനുമായാണ് കൂട്ടിയിടിച്ചത്. നിസാര പരിക്കേറ്റ ആംബുലൻസ് യാത്രക്കാരെ കുറ്റിപ്പുറം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുമ്പിളയം ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും നവജാത ശിശുവുമായി പൊന്നാനി മാതൃശിശു ആശുപത്രിയിലേക്ക് യാത്രക്കിടെയാണ് അപകടമുണ്ടായത്. ഉടൻ സ്ഥലത്തെത്തിയ കുറ്റിപ്പുറം ആംബുലൻസ് ഡ്രൈവർ റഷീദിന്റെ നേതൃത്വത്തിൽ നവജാത ശിശുവിനെ സുരക്ഷിതമായി പൊന്നാനി ആശുപത്രിയിൽ എത്തിച്ചു. മീനടത്തൂരിൽ ടാങ്കിൽ വീണ പോത്തിനെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി. താനൂരിൽ നിന്നും തിരൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് നാട്ടുകാരുടെ സഹായത്തോടെ പോത്തിനെ രക്ഷപ്പെടുത്തിയത്. മീനടത്തൂർ ബയോഗ്യാസ് ടാങ്കിൽ വീണ പോത്തിനെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തിയത്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് മീനടത്തൂർ അങ്ങാടിക്ക് സമീപത്തെ കിഴപ്പാട്ട് ഫിർദൌസിന്റെ വീട്ടിൽ വളർത്തുന്ന പോത്ത് ടാങ്കിൽ വീണത്. ടാങ്ക് കുറച്ചു കാലമായി ഉപയോഗിക്കാതെ മത്സ്യം വളർത്തുകയായിരുന്നു. 2.5 വയസ്സ് പ്രായമുള്ളതാണ് പോത്ത്. താനൂരിൽ നിന്നും തിരൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് നാട്ടുകാരുടെ സഹായത്തോടെ പോത്തിനെ രക്ഷപ്പെടുത്തിയത്. തിരുക്കോട്ട് RJMLP സ്കൂളിന് പുതിയ കെട്ടിടമായി. പ്രവൃത്തി പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. കോട്ട് RJMLP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ഇത്രയും കാലത്തിനിടയിലും ഈ പദ്ധതി ഏറ്റെടുത്ത് നടത്തുവാൻ തയ്യാറായ നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ അബ്ദുറഹ്മാൻ അലപ്പുഴയാണ് നമ്മൾ ആദ്യമായി ഈ നാടിന് വേണ്ടി അഭിനന്ദിക്കുന്നത്. നിരവധി സമ്മർദ്ദങ്ങൾക്കിടയിലും ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതൊരു സാമ്പത്തികമായി ലാഭമുണ്ടാക്കുന്ന ഒരു ബിസിനസ് ഒന്നുമല്ല വിദ്യാലയം എന്ന് പറഞ്ഞു. ഒരു നാട്ടിലെ കുട്ടികളെ
അവരെ പഠിപ്പിച്ച് വലുതാക്കാനുള്ള ഏറ്റവും വലിയൊരു ശ്രമം കൂടിയാണ് നമ്മുടെ നാട്ടുകാരുള്ളത്. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ മഹാമനസ്കത കൊണ്ട് നമ്മുടെ ഇന്ന് ഈ പുതിയ കെട്ടിടത്തിൽ എത്തപ്പെടുന്നത്. കുറുക്കോളി മൊയ്തീൻ MLA സ്മാർട്ട് ക്ലാസ് റൂമിൽ പ്രഖ്യാപനം നടത്തി. നമ്മുടെ ജില്ല ഒരു കാലത്ത് വിദ്യാഭ്യാസപരമായി പിന്നോക്കമായിരുന്നു, അല്ല പിന്നോക്കമായി. അതിൽ നിന്ന് നമുക്ക് വളരെ വലിയ ഒരു ഉയർച്ച സമീപകാലത്ത് ഉണ്ടായി. മുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. ആക്ടിവിറ്റി ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം AEO സുനിജ നിർവഹിച്ചു. കൗൺസിലർമാർ, മുൻ കൗൺസിലർമാർ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സഹകരണ മേഖലയുടെ വളർച്ച നാടിന് അനിവാര്യമെന്ന് കുറുക്കോളി മൊയ്തീൻ MLA തിരു സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച പയ്യനങ്ങാടി ശാഖ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ സമ്പദ് വ്യവസ്ഥയിൽ സഹകരണ മേഖലയുടെ പങ്ക് വലുതാണെന്നും സഹകരണ മേഖലയുടെ വളർച്ച നാടിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്നും കുറുക്കോളി മൊയ്തീൻ MLA പറഞ്ഞു. തിരു സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച പയ്യനങ്ങാടി ശാഖ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് അഡ്വക്കേറ്റ് നസീർ അഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സഹകരണ അസിസ്റ്റന്റ് ഡയറക്ടർ പ്രഭാഷ്, അഡ്വക്കേറ്റ് K പത്മകുമാർ, K ഇബ്രാഹിം ഹാജി, കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി, AK സൈതാലിക്കുട്ടി, യാസിർ പൊട്ടച്ചോല, യാസിർ പയ്യോളി, T മുഹമ്മദ് കുട്ടി, KK ഉമ്മർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും നേതൃത്വം നൽകി. വാക്സിനേഷൻ 100% വാർഡ് മെമ്പർക്ക് BJP ഒഴൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആദരം. ഒഴൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ചന്ദ്രനെയും വാർഡിലെ ആശ RRT അംഗങ്ങളെയുമാണ് ആദരിച്ചത്. വാക്സിനേഷനിൽ 100% പൂർത്തീകരിച്ച വാർഡ് മെമ്പർക്ക് BJP ഒഴൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആദരം. ഒഴൂർ ഗ്രാമപഞ്ചായത്ത് അംഗം P ചന്ദ്രനെയാണ് ഒഴൂർ പഞ്ചായത്ത് BJP കമ്മിറ്റി ആദരിച്ചത്. അനുമോദന ചടങ്ങ് BJP പാലക്കാട് മേഖലാധ്യക്ഷൻ V ഉണ്ണികൃഷ്ണ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ആ നേതൃപാടകം, ആ ടീം സ്പിരിറ്റിനെ എത്ര അഭിനന്ദിച്ചാലും അനുമോദിച്ചാലും മതിയാവില്ല എന്നുള്ളതാണ്. വാർഡിലെ ആശാപ്രവർത്തകരെയും RRT അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. K സുകുമാരൻ അധ്യക്ഷനായിരുന്നു. K നാരായണ മാസ്റ്റർ, T ദേവദാസ്, TK സുബ്രഹ്മണ്യൻ, K ഷീബ, PP ചന്ദ്രൻ, കുട്ടൻ CK തുടങ്ങിയവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികൾക്ക് സുരക്ഷയൊരുക്കി തിരു മുനിസിപ്പൽ യൂത്ത് ലീഗ് വൈറ്റ് കാർഡ്. സ്കൂളും പരിസരവും ശുചീകരിച്ചു. കോട്ട IUP സ്കൂളിൽ ശുചീകരണ പ്രവൃത്തി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സജ്ന ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകളിൽ അണുനശീകരണം നടത്തി വിദ്യാർത്ഥികൾക്ക് സുരക്ഷയൊരുക്കി തിരു മുനിസിപ്പൽ യൂത്ത് ലീഗ് വൈറ്റ് കാർഡ്. കോട്ട IUP സ്കൂളിൽ തിരു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സജ്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഈ കോട്ട സ്കൂളിൽ വെച്ചിട്ടാണ് ഈ അണുനശീകരണത്തിന്റെ വൈറ്റ് കാർഡിന്റെ സാന്നിധ്യത്തിലുള്ള ഈ അണുനശീകരണം ഉദ്ഘാടന കർമ്മം ഇന്നിപ്പോൾ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. തുടർന്ന് AMLP കൈതോളപ്പ്, JLP സ്കൂൾ പരന്നേക്കാട്, AUP ചെമ്പ്ര സ്കൂളുകളിൽ നടന്ന അണുനശീകരണ പ്രവർത്തനങ്ങൾക്ക് വാർഡ് കൗൺസിലർമാരായ നാസർ മുപ്പൻ, സതീശൻ, TP സജിന അൻസാർ, വൈറ്റ് കാർഡ് ക്യാപ്റ്റൻ ഷിഹാബ് തുമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. അംഗങ്ങളായ അൻസാർ AK, നൌഫൽ, മുത്തഹമ്മിൽ ഇല്ലത്തപ്പാടം, റസാഖ് ഇല്ലത്തപ്പാടം, നിസാർ ചെമ്പ്ര, റഷീദ് ചെമ്പ്ര തുടങ്ങിയവർ പങ്കാളികളായി. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് പ്രതിദിന പരിശോധനയും രോഗികളുടെ എണ്ണവും കുറഞ്ഞു. 5297 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 51,577 സാമ്പിളുകളാണ് പരിശോധിച്ചത്. പുതിയ 78 മരണങ്ങളും അപ്പീൽ മരണങ്ങളും ഉൾപ്പെടെ ആകെ മരണസംഖ്യ 32,049 ആയി. 7,325 പേർ രോഗമുക്തരായി. സംസ്ഥാനത്ത് നിന്ന് 5297 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം 867, തിരുവനന്തപുരം 750, കോഴിക്കോട് 637, തൃശൂർ 537, കണ്ണൂർ 417, പത്തനംതിട്ട 350, കൊല്ലം 304, മലപ്പുറം 302, പാലക്കാട് 264, ഇടുക്കി 255, കോട്ടയം 228, വയനാട് 184, ആലപ്പുഴ 132, കാസർഗോഡ് 70 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 51,577 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 78 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീം കോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 58 മരണങ്ങളും മതിയായ രേഖകളില്ലാത്തത് കാരണം സ്ഥിരീകരിക്കാതിരുന്ന കഴിഞ്ഞ ജൂൺ 18 വരെയുള്ള 232 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്താകെ മരണം 32,049 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 16 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 4,967 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 293 പേരുടെ സമ്പർക്കം വ്യക്തമല്ല. 21 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചു. ജില്ലയിൽ ആശ്വാസത്തിന്റെ ഗ്രാഫ് ഉയർത്തി കോവിഡ് രോഗികൾ കുറഞ്ഞു. 302 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. TPR 7.08%. 454 പേരാണ് രോഗമുക്തരായത്. ജില്ലയിൽ ഇതുവരെ 42 ലക്ഷത്തിലധികം ഡോസ് കോവിഡ് പ്രതിരോധ വാക്സിനാണ് നൽകിയത്.
മലപ്പുറം ജില്ലയിൽ തിങ്കളാഴ്ച 7.08% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രേഖപ്പെടുത്തിയത്. 302 പേർക്കാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീൻ അറിയിച്ചു. 454 പേരാണ് രോഗമുക്തരായത്. കോവിഡ് രോഗലക്ഷണങ്ങളുള്ളവർ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അഭ്യർത്ഥിച്ചു. രോഗലക്ഷണങ്ങളുള്ളവർ അടുത്ത ആരോഗ്യ കേന്ദ്രത്തിലോ ജില്ലാതല കൺട്രോൾ സെല്ലിലോ ബന്ധപ്പെടണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കി. ജില്ലയിൽ ഇതുവരെ 42,79,002 ഡോസ് കോവിഡ് പ്രതിരോധ വാക്സിനാണ് നൽകിയത്. ഇതിൽ 29,02,980 പേർക്ക് ആദ്യ ഡോസ് വാക്സിനും 13,76,022 പേർക്ക് രണ്ടാം ഡോസ് വാക്സിനും നൽകി. പറവണ്ണയുടെ അധിനിവേശ വിരുദ്ധ സമരത്തെ ഇതിവൃത്തമാക്കി രചിച്ച എന്റെ നാട് പറവണ്ണ എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാര പോസ്റ്റർ പ്രകാശനം പ്രശസ്ത സാഹിത്യകാരൻ കെ.പി. രാമനുണ്ണി നിർവഹിച്ചു. സ്വരാജ്യസ്നേഹം ജീവനോളം കണ്ട നമ്മുടെ മുൻഗാമികൾ, അധിനിവേശത്തിന്റെ സായുധ മുന്നേറ്റത്തിന് മുന്നിൽ നിരായുധരായി അടിപതറാതെ ചെറുത്തുന്ന ധീരകേസരികൾ, ചരിത്രത്തിന്റെ ഏടുകളിൽ മറക്കപ്പെടുകയോ തിരസ്കരിക്കപ്പെടുകയോ ചെയ്ത പറവണ്ണ ദേശത്തെ ഒരു ജനത സ്വാതന്ത്ര്യത്തിന് വേണ്ടി നൽകിയത് അവരുടെ സമാഗമ തൊഴിൽ വാണിജ്യ കേന്ദ്രമായിരുന്നു. പറവണ്ണയുടെ അധിനിവേശ വിരുദ്ധ സമരത്തെ ഇതിവൃത്തമാക്കി രചിച്ച എന്റെ നാട് പറവണ്ണ എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാര പോസ്റ്റർ പ്രകാശനം സാഹിത്യകാരൻ കെ.പി. രാമനുണ്ണി നിർവഹിച്ചു. സാമ്രാജ്യത്വത്തിനെതിരെ ധീരതയോടുകൂടി പോരാടിയ മഹത്തുക്കളുടെ നാടാണ് നമ്മുടേത്. ഈ ധീരദേശാഭിമാനികൾ പൊരുതിയതെല്ലാം ഓരോ നാട്ടും പ്രദേശത്തെ കേന്ദ്രീകരിച്ചുകൂടിയായിരുന്നു. അതുകൊണ്ട് ആ നാടും സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പ്രതിരോധത്തിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പേരുകൾ കുറച്ച് ദേശാഭിമാനികളുടെ മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ എങ്കിൽ കൂടി സാധാരണ ജനങ്ങളുടെ പങ്കാളിത്തം അത്രമേലുണ്ടായിരുന്നു. ഇതേപോലെ സാമ്രാജ്യത്വത്തിനെതിരെ ശക്തമായ പ്രതിരോധം തങ്ങളുടെ ധീരത കൊണ്ടും സമ്പത്തുകൊണ്ടും വിഭവങ്ങൾ കൊണ്ടും തീർത്ത ഒരു നാടാണ് പറവണ്ണ. ആ പറവണ്ണയുടെ ദേശാഭിമാനത്തിൻ്റെ സാമ്രാജ്യത്വ വിരുദ്ധതയുടെ ഗാനമാണ് സത്യത്തിൽ ഇവിടെ വാഹിദ് രചിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ചടങ്ങിൽ ചിത്രത്തിന്റെ സംവിധായകൻ യൂനസ് ബാബു, ഷിയാബ് മുറിവഴിക്കൽ, ജംഷീദ് തിരൂർ, അനിൽ കോവിലകം, അബൂബക്കർ സിദ്ദീഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. പറവണ്ണ ഇന്നും അറിയപ്പെടാത്ത അൺഹീറോസിൻ്റെ നാടാണ്. ഒരു കൊച്ചു നാട്ടിൽ ഇത്രയധികം ഖബറുകൾ എങ്ങനെ വന്നു എന്ന അന്വേഷണമാണ് ഇതിന് പഠനത്തിന് വിധേയമാക്കിയത്. അതിലൂടെയാണ് പറവണ്ണയിൽ ഒരു ഐതിഹാസികമായ സാമ്രാജ്യത്വ വിരുദ്ധ യുദ്ധം നടന്ന ചരിത്രം അണിയറയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതായത് പോർച്ചുഗീസ് ഗവർണറുടെ ഒരു തിട്ടൂരമുണ്ടായിരുന്നു. പറവണ്ണയിലുള്ളവർ ഇനി കച്ചവടം ചെയ്യണ്ട, ഇത് ഞങ്ങൾ കച്ചവടം ചെയ്യും, നിങ്ങൾ വാങ്ങിയാൽ മതി എന്ന് പറയുന്ന ഒരു തിട്ടൂരം പുറപ്പെടുവിച്ചു. ആ സമയത്ത് ഷോലന്തപൂരിൽ നിന്നും അറബികളും മൊത്തം ഒരു ഫോറിൻ കച്ചവടം നടന്നിരുന്നൊരു കേന്ദ്രമായിരുന്നു പറവണ്ണ. തേവർക്കാട് മുതൽ വാക്കാട് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബൃഹത്തായ മാർക്കറ്റായിരുന്നു പറവണ്ണ. മൈ ടിക്കറ്റ് നിർമ്മിച്ച എന്റെ നാട് പറവണ്ണ എന്ന കവിതയുടെ രചന UK വാഹിദ് ഉണ്ണിയാലും ആലാപനം നിർവഹിച്ചത് ഷിയാബ് മുറിവഴിക്കലുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുരുന്നുകളുടെ കളിച്ചിരികളും ആരവങ്ങളുമായി സ്കൂൾ മുറ്റം വീണ്ടും ഉണർന്നു. 1-2 ക്ലാസുകളിലായി 6 ലക്ഷത്തിലധികം കുട്ടികൾ ആദ്യമായി സ്കൂളിലേക്ക്. തിരൂർ സബ് ജില്ലാതല പ്രവേശനോത്സവം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മലയാളം സർവകലാശാലയിൽ എഴുത്തച്ഛൻ ഛായാചിത്രം അനാച്ഛാദനത്തിൽ MLAക്ക് അവഗണനയെന്ന് മന്ത്രി എത്താത്തതിനാൽ VC അനാച്ഛാദനം ചെയ്തത് വിവാദമായി. MLA അപമാനിച്ചെന്ന് പരാതി. സർവകലാശാലയെ CPM ഗവേഷണ സ്ഥാപനമാക്കരുതെന്ന് UDF. സംസ്ഥാനത്തെ കോവിഡ് പരിശോധനയും രോഗികളുടെ എണ്ണവും കുറഞ്ഞു. 5297 പേർക്ക് രോഗബാധ. ജില്ലയിൽ 302 പേർക്ക് രോഗം, 454 പേർക്ക് രോഗമുക്തി. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.